നന്ദയാണെങ്കിൽ നമ്മുടെ പ്രിയേച്ചിയുടെ ഈ കല്യാണം നടക്കുന്നു, പ്രിയോട് പറയുകയാണെങ്കിൽ ഈ കല്യാണം നടക്കും, ഞാനൊരു ഡീല് ദൈവമായിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ നീ ഡീലിൻ്റെ ആളാണോ, ഗൗതം സാറുമായിട്ട് നീ ഡീല് വെച്ചു, അതുപോലെ ദൈവമായിട്ട് വരെ നീ ഡീല് വെക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ പിങ്കി നന്ദ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നന്ദ തിരിച്ചും കൊടുക്കുന്നുണ്ട്, നീ നിൻ്റെ ഭർത്താവിനെ ഒരു പ്രവർത്തന വസ്തുവായിട്ടല്ലേ കാണുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രിയോട് പെണ്ണ് കാണാനായിട്ട് പോകാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും പ്രിയ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഞാനൊരു ഫാൻസി ഡ്രസ്സിന് വേണ്ടി ഇറങ്ങുന്നതാണ്, ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് ഇതിലും ഭേദം എന്നെ കൊല്ലുന്നതായിരുന്നു എന്നൊക്കെ ചെറിയമ്മയോടൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്തായാലും അങ്ങനെ നമ്മുടെ പ്രിയ പെണ്ണ് കാണാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. അപ്പോൾ പൂമ്പള്ളിക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ, അവർ വലിയ തറവാട്ട് മഹിമയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ പെണ്ണ് കാണാനായിട്ട് ഇറങ്ങി വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും ഇറക്കം കൊണ്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയ വീണ്ടും തിരികെ മുറിയിലേക്ക് പോയിട്ട് തൻ്റെ ആ ഒരു ഡയറിയിൽ താൻ ഒളിപ്പിച്ച് തൻ്റെ പ്രിയതമൻ്റെ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് നിൽക്കുക കേട്ടോ. പുറകിന് പ്രിയ വരാഞ്ഞത് കാണാഞ്ഞിട്ട് ബാക്കിയുള്ളവർ ചെന്ന് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഇതൊക്കെയാണ്